42 രൂപ പെർ മീറ്ററിലുള്ള അമേരിക്കൻ ക്രേപ്പ് റണ്ണിങ് ഫാബ്രിക്കുകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും പൂത്രാൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് അമേരിക്കൻ ക്രേപ്പിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളാണ്. നമ്മൾ ക്രേപ്പ് ഫാബ്രിക് വെച്ച് കുറേ വീഡിയോസൊക്കെ ചെയ്തിരുന്നു. എല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട്. അമേരിക്കൻ ക്രേപ്പ് ഉണ്ടായിരുന്നു, ഫ്രഞ്ച് ക്രേപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് അമേരിക്കൻ ക്രേപ്പാണ്. കോട്ടൻ്റെ വീഡിയോ നമ്മൾ ഒഴിവാക്കിയതല്ല, ഒരു വലിയ ക്വാണ്ടിറ്റി കോട്ടൺ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ എത്താനുള്ളൊരു ഡിലേ വരുന്നത് കൊണ്ടാണ് കോട്ടൺ കുറച്ച് വീഡിയോസിൽ കുറഞ്ഞു വന്നിരിക്കുന്നത്. ഒരു വലിയ കളക്ഷൻ തന്നെയാണ് നമ്മൾ കോട്ടണിൽ എടുത്തിരിക്കുന്നത്. 60s by 60s 40s by 40s ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ക്രേപ്പിലുള്ളതാണ്. നമുക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാനായിട്ട്, അതായത് വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ പിന്നെ IT സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് അമേരിക്കൻ ക്രേപ്പ് തന്നെയാണ്. ഇതിൻ്റെ കളർ പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഫെയ്ഡായി വരികയോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ്, കുറേ ലാസ്റ്റ് ചെയ്യും. പക്ഷേ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ കുറേ പേരൊക്കെ നമുക്ക് കോട്ടൺ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഒത്തിരി പേരുണ്ട് അമേരിക്കൻ ക്രേപ്പിൻ്റെ ലവേഴ്സ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അമേരിക്കൻ ക്രേപ്പ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ കാണുന്നത് ഇതുവരെയും കാണാത്ത ഡിസൈൻസാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 42 റുപ്പീസ് പെർ മീറ്ററിലാണ്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 41 to 42 ആണ് അതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ഡിസൈനിൽ തന്നെ വേറെ 3 കളേഴ്സും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന പോലത്തെ ഒരു ഫാബ്രിക്കാണ്. അതേ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫോൾഡിങ് കുറച്ച് ചേഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ നോർമലി കാണുന്ന ഒരു ഫോൾഡിങ്ങിലല്ല വന്നിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ഗ്രേ കളറിനകത്ത് തന്നെ ഉള്ള ഡിസൈൻസ് ആണ്. ഗ്രേയിനകത്ത് ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിൻറ്റുകളാണ്. എല്ലാം തന്നെ ഡിജിറ്റൽ പ്രിൻ്റാണ്. ഇങ്ങനെയാണ് പോകുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം കേട്ടോ. ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നേ ഇല്ല. നമുക്കിത് ഒരു പലാസോ സ്റ്റിച്ച് ചെയ്യാനോ, ഇപ്പോൾ ഈ വീട്ടിലിടുന്ന പോലത്തെ ഡ്രസ്സുകൾ, പാൻറ്റുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാം. മിനി ടോപ്പായിട്ടുള്ളത് പെയർ ചെയ്യാനൊക്കെ ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 42 റുപ്പീസ് പെർ മീറ്ററാണ്. ഇതിൻ്റെ തന്നെ 2 കളറും കൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ചിക്കു ഷെയ്ഡിലാണ്. ഡാർക്ക് ചിക്കു ഷെയ്ഡിലാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഡിസൈൻ എല്ലാം തന്നെ സെയിം ആണ്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ പ്രിൻറ്റ് പോകുന്നത്. ഇതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട്. ഒരു ഓണിയൻ പിങ്കിൻ്റെ ഡാർക്കർ ടോണിലാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇത് 4 കളറുണ്ട്. ഞാനൊരു കളർ ഹൈഡ് ചെയ്തിരുന്നുകൊണ്ട് പറയാൻ വിട്ടുപോയതാണ്. 4 കളറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ കാണുന്നത് ഓണിയൻ പിങ്കിൻ്റെ ഷെയ്ഡിലാണ്. കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ഓണിയൻ പിങ്കിൻ്റെ ഷെയ്ഡിലാണ്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് പീക്കോ ഗ്രീൻ്റെ ഒരു ലൈറ്റ് ടോണിലാണ് പോയിരിക്കുന്നത്. നമുക്കൊന്ന് വച്ച് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വെയർ ചെയ്യുമ്പോൾ വരിക എന്നുള്ളത്. ഈ ഒരു കളറാണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള കളർ തന്നെയാണ്. 42 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. 41 to 42 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ കോട്ടണിൽ വരുന്നതിൻ്റെ പോലെ 44 അല്ല, 42 ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇനി നമ്മൾ കാണുന്നത് ബ്ലാക്കിൽ തന്നെ ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ്. ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫ്ലോറൽ പാറ്റേൺ ആണ്, ഡിജിറ്റൽ പ്രിൻ്റ് ആണ്. 42 റുപ്പീസ് പെർ മീറ്റർ. നെക്സ്റ്റ് വൺ കാണുന്നത് ബ്ലാക്കിൽ തന്നെ കുറച്ച് കുഞ്ഞു ഫ്ലവേഴ്സാണ് പോയിട്ടുള്ളത്. ഇങ്ങനെയാണത് പോകുന്നത്. ബ്ലാക്കും വൈറ്റുമായിട്ടുള്ള പ്രിൻറ്റുകളാണ് ഇതിനകത്തൊക്കെ പോയിട്ടുള്ളത്. നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ച് വലിയ പ്രിൻ്റാണ്. ബ്ലാക്കിൽ തന്നെ വൈറ്റ് കളറിലുള്ള, ഓഫ് വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സിൻ്റെ ഒരു പ്രിൻ്റാണ് ഈ പോകുന്നത്. 42 റുപ്പീസ് തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. ബ്ലാക്കിൽ തന്നെ നമ്മൾ ലാസ്റ്റ് വൺ കാണുന്നത് കുറച്ചും കൂടെ കുഞ്ഞു ഫ്ലവേഴ്സാണ്. ആദ്യം കണ്ട കുഞ്ഞു ഫ്ലവേഴ്സിനേക്കാളും കുറച്ചും കൂടി ചെറിയ ഫ്ലവേഴ്സാണ്. ഇത് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ബ്ലാക്കിൻ്റെ തന്നെ 4-5 ഡിഫറെൻറ്റ് ഡിസൈൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണുന്നത് ഒരു പേസ്ലി പ്രിൻറ്റിൽ വന്നിട്ടുള്ളതാണ്. പേസ്ലി പ്രിൻറ്റിൽ തന്നെ ഡിഫറെൻറ്റ് കളറിൽ വന്നിട്ടുള്ളതാണ്. അമേരിക്കൻ ക്രേപ്പാണ് റണ്ണിങ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നമുക്ക് വെച്ച് നോക്കാം. കോഫി ബ്രൗൺ ആണ് കളർ പോയിരിക്കുന്നത്. അതിനകത്ത് തന്നെ പീച്ചിൻ്റെ ഡാർക്ക് ടോണിലുള്ള പ്രിൻറ്റുകളാണ്. 41 to 42 ആണ് വിഡ്ത്ത് വരുന്നത്. 42 റുപ്പീസ് പെർ മീറ്റർ. ഇതിൻ്റെ 4 കളേഴ്സ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ്. ഗ്രീനിൻ്റെ തന്നെ സെയിം പ്രിൻറ്റ് തന്നെയാണ്, കളറിനാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഇതായിരിക്കും ഇതിൻ്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നെക്സ്റ്റ് ഡിസൈൻ ഒരു ചില്ലി റെഡ് കളറിലാണ്. ചില്ലി റെഡിൽ തന്നെ സെയിം പേസ്ലി പ്രിൻ്റാണ് ഇപ്പോൾ ഇരിക്കുന്നത്. വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും, ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. ഓഫ് വൈറ്റ് കളറിലും അതുപോലെ നേവി ബ്ലൂ കളറിലുമുള്ള പ്രിൻ്റാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. പേസ്ലി പ്രിൻറ്റിൻ്റെ തന്നെ 4ാമത്തെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ്. ബ്ലാക്കിനകത്ത് റെഡ് കളറിലും ഓഫ് വൈറ്റ് കളറിലുമുള്ള പ്രിൻറ്റുകളാണ് പോകുന്നത്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും. 42 റുപ്പീസാണ്. 41 to 42 ആണ് ഇഞ്ച് വിഡ്ത്ത് വരുന്നത്. ഇനി നമ്മൾ കാണുന്നതും പേസ്ലിയിൽ തന്നെയാണ്. ഒക്കെ വൈറ്റ് ബേസിലാണ്. അതിനകത്ത് പോകുന്ന പ്രിൻറ്റിനാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഇത് ഓഫ് വൈറ്റിനകത്ത് തന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ള പ്രിൻ്റാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ബ്ലാക്കും അതുപോലെ ചിക്കു ഷെയ്ഡിലുള്ള ഒരു പ്രിൻറ്റും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്മൂത്ത് ആയിട്ടുള്ളൊരു കളർ തന്നെയാണ്.
നെക്സ്റ്റ് വൺ വരുന്നത് ഓഫ് വൈറ്റിനകത്ത് തന്നെ നേവി ബ്ലൂ കളറിലുള്ള പേസ്ലി പ്രിൻ്റ് ആണ്. എല്ലാം പേസ്ലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 42 റുപ്പീസാണ് പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് വൺ കാണുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡിലുള്ളതാണ്. ഓഫ് വൈറ്റ് കളറിൽ തന്നെ ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് പേസ്ലി പ്രിൻ്റ് പോയിട്ടുള്ളത്. വിഡ്ത്ത് വന്നിരുന്നത് 41 ഇഞ്ചിലാണ്. 41 to 42 അതാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 42 റുപ്പീസാണ്. ഫാബ്രിക് വന്നിരിക്കുന്നത് അമേരിക്കൻ ക്രേപ്പാണ്. വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്ക് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ട് സെലക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഡെയിലി ഔട്ട് ആവുന്ന വീഡിയോയുടെ പിക്ചർ എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്കും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അതിൽ നിന്നും ഡെയിലി ഔട്ട് ആവുന്ന വീഡിയോയുടെ പിക്ചർ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത്. ബിലോ 500 നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയിലും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്കിനി സ്പീഡ് പോസ്റ്റോ DTDCയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമാണെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിതെല്ലാം തന്നെ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. നമ്പർ കൊടുത്തിട്ട് 1-2 പേർക്കൊക്കെ മിസ്റ്റേക്കിൽ വന്നിട്ട് അത് ആ എമൗണ്ട് വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു QR കോഡാണ് കൊടുക്കുന്നത്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് സാധാരണ എല്ലാവരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടീം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ദിവസം മോർണിംഗ് ടൈമിൽ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈവനിങ് ആകുമ്പോഴേക്കും ചില ഡിസൈൻസൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലത്തെ സമയം പറയുന്നത്, രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചാണ് നമ്മളിതെല്ലാം തന്നെ സെല്ല് ചെയ്യുന്നത്. ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് അടുത്തായിട്ട് ഒരു SBI ബാങ്ക് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 7:30 മണി വരെയാണ്. വീഡിയോ ഔട്ടാകുന്ന ടൈം എന്ന് പറയട്ടെ, 7:30 മുതലാണ് നമ്മുടെ വീഡിയോസ് എല്ലാം ഔട്ടാകുന്നത്. 3 പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് ഔട്ടായിക്കൊണ്ടാണ് വീഡിയോ തന്നെ എല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ 7:30-ക്ക് ഫസ്റ്റ് വീഡിയോ ഔട്ടാകും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 4 റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോയും പിന്നെ സാരിയുടെയും സൽവാറിൻ്റെയും കുർത്തിയുടെയും ഒക്കെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ്സിൻ്റെ ഇടയിലാണ് ഓരോ വീഡിയോസും ഔട്ടാകുന്നത്. ഷോപ്പ് വർക്കാകുന്നത് 9:30-ക്കാണ്. അപ്പോൾ 7:30 മുതൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ 9:30 മണി മുതലാണ് നമ്മൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയൽ കുറച്ച് അധികം മെസ്സേജുകൾ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും തന്നെ റിപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ഡിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരാളും മാത്രമല്ല, നിങ്ങൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്താ പറയുക കുറച്ചധികം നമ്പർ വെക്കാനായിട്ട്. നമ്മൾ ഒരു നമ്പർ ഉള്ളെങ്കിലും കുറേ അധികം പേര് അതിനകത്ത് തന്നെ ഇരുന്നിട്ട് ചാറ്റ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. പ്യുവർ കോട്ടണിലുള്ളതുണ്ട്, സെമി കോട്ടണിലുള്ളതുണ്ട്, സെമി സിൽക്കിലുള്ളതുണ്ട്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിനായിട്ട് നമ്മളൊന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടുപ്പ് കളർ ഗാർഡ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്ത് മുക്കി വെക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. പ്യുവർ കോട്ടനും പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റൊക്കെ സെല്ല് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. നമ്മളതുപോലെ സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡിസൈനർ ടീമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.